അങ്ങനെ തപോനിഷ്ഠനായ ബ്രഹ്മാവിന് ഭഗവാൻ നേരിട്ട് വെളിപ്പെടുത്തി കൊടുത്തതാണ് ചതുശ്ലോകി ഭാഗവതം. 9ാമത്തെ അധ്യായത്തിൽ 32, 33, 34, 35 ശ്ലോകങ്ങളിലൂടെ മനോഹരമായിട്ട് ഭാഗവതത്തിന്റെ എസൻസ് നമുക്ക് കാണിച്ചു. ജീവിതത്തിന്റെ പരമാർത്ഥം ആദ്യം നല്ലവണ്ണം മനസ്സിലാക്കണം. എന്താണത്? അഹമേവാസമേവാഗ്രേ നാന്യത് സദസത്പരം പശ്ചാദഹം യദേതശ്ച യോ വശിഷ്യേത സുസ്മ്യഹം ഹൃദേർത്ഥം യത് പ്രതീയേത ന പ്രതീയേത ചാത്മനി തദ്വിദ്യാത്മനോ മായം യഥാ പാസോ യഥാ തമഃ യഥാ മഹാന്തി ഭൂതാനി ഭൂതേഷു ചാവദേശനോ പ്രവിഷ്ടാനി തഥാ തേഷു ന തേഷുഹം ഏതാവദേവ ജിജ്ഞാസ്യം തത്വജിജ്ഞാസുനാത്മന അന്വയ വ്യതിരേകാഭ്യാം യസ്യാൽ സർവത്ര സർവഥാ. ഈ 4 ശ്ലോകങ്ങളെയാണ് ചതുശ്ലോകി ഭാഗവതം എന്ന് പറയാം. അപ്പൊ ആദ്യം തന്നെ ഭഗവാൻ പറയാണ്, ബ്രഹ്മാവേ, അഹം ഏവ ആസം അഗ്രേ. ഈ പ്രപഞ്ചമെല്ലാം ഉരുത്തിരിയുന്നതിന് മുമ്പ്, ജീവജാലങ്ങളൊക്കെ ശരീരമെടുത്ത് വരുന്നതിന് മുമ്പ് അഹം ഏവ, ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ്. അല്ല, ഏതിനു മുമ്പ്? സത്ത് അസത്ത്. ഇവിടെ സത്തായും അസത്തായും എന്തെല്ലാം കാണുന്നുവോ അതൊക്കെ ഉണ്ടാവുന്നതിന് മുമ്പ് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന അന്യത് മറ്റൊന്നും ഉണ്ടായിരുന്നില്ല. അല്ല ഭഗവാൻ, ഇപ്പൊ സത്തും അസത്തൊക്കെ നിറഞ്ഞിരിക്കുന്നത് കാണുന്നുണ്ടല്ലോ, ഇപ്പൊ അങ്ങ് എവിടെയാണ്? പശ്ചാത് അഹം, അതിനുശേഷം ഞാനുണ്ട്. ഇനി ഈ സത്തും അസത്തും ഒക്കെ പോയി കഴിഞ്ഞാൽ ഭഗവാനെ എന്താ അവശേഷിക്കുക? അഹം ഏവ അവശിഷ്യത, ഞാനാണ് അവശേഷിക്കുന്നത്. ഇത് മനസ്സിലാക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല. എളുപ്പം മനസ്സിലാക്കി തരാൻ പറ്റുന്നൊരു ഉദാഹരണമാണ് മണ്ണും മൺപാത്രങ്ങളും. ശങ്കരാചാര്യ സ്വാമികൾ ഇങ്ങനെ ലളിതമായ ഉദാഹരണങ്ങളിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നു. ഇപ്പൊ മൺപാത്രങ്ങളോടൊക്കെ പറയാണ്, കുറെ ചട്ടികളും കലങ്ങളും മൺ ഇഷ്ടികകളൊക്കെ നിരത്തി വെച്ചിട്ടുണ്ട്. അവരോടൊക്കെ മണ്ണ് പറയുകയാണ്, എന്റെ ഇഷ്ടിക കട്ടകളെ അല്ലെങ്കിൽ മൺപാത്രങ്ങളെ, കലങ്ങളെ നിങ്ങളൊക്കെ ഉണ്ടാവുന്നതിന് മുമ്പ് ഞാനേ ഉണ്ടായിരുന്നുള്ളൂ. ഇനി നിങ്ങളൊക്കെയായിട്ട് നിൽക്കുമ്പോഴും അപ്പോഴും ഞാനുണ്ട്. ഞാനില്ലെങ്കിൽ നിങ്ങൾക്ക് നിലനിൽപ്പില്ല. ഇനി നിങ്ങളൊക്കെ ഉടഞ്ഞുപോയാലും അവശേഷിക്കുന്നത് ഞാനാണ്. ഇത് മനസ്സിലാക്കാൻ എന്താ അത്ര പ്രയാസമുള്ളത്? അപ്പോ ഇവിടെ 2 കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ഭാഗവതം പറഞ്ഞു തരികയാണ്. ഒന്ന്, യഥാർത്ഥത്തിൽ ഉള്ളത്. ഒന്ന്, മണ്ണ് യഥാർത്ഥത്തിൽ ഉള്ളതാണ്. മൺപാത്രങ്ങളും കലങ്ങളും കുടങ്ങളും ചട്ടികളും അതുപോലെ കട്ടകളും ഉണ്ടാവുന്നതിന് മുമ്പ് മണ്ണുണ്ട്. ഇനി ആ ഉള്ള മണ്ണിൽ നിന്ന് ഉണ്ടായതാണ് ചട്ടികളും കലങ്ങളും ഒക്കെ. ഒന്ന് ഉള്ളതാണ്, മറ്റൊന്നുണ്ടായതാണ്. എവിടെ നിന്നാണ് ഉണ്ടായത്? മണ്ണിൽ നിന്നാണ് ഉണ്ടായത്. ഇനി ഉണ്ടായതെല്ലാം ഉടഞ്ഞു പോയാലും തകർന്നു പോയാലും അവശേഷിക്കുന്നത് ഉള്ളത് തന്നെയാണ്. വീണ്ടും വെള്ളത്തിൽ നിന്ന് ഒരു നീർപ്പോള വരുന്ന സമയത്ത് വെള്ളം ഉള്ളതാണ്, പോള ഉണ്ടായതാണ്. വീണ്ടും ആ നീർപ്പോള പൊട്ടി വെള്ളത്തിലേക്ക് ലയിക്കുമ്പോൾ ഉള്ള വെള്ളത്തിലേക്ക് ചേർന്ന് പോകുന്നു. ഇത് മനസ്സിലാക്കാൻ എന്താ പ്രയാസം? അപ്പൊ വെള്ളം ഉള്ളത്, നീർപ്പോള ഉണ്ടായത്. ഇതുപോലെ ഭാഗവതം നമ്മളോട് ചോദിക്കുകയാണ്, നമ്മളിൽ ഉള്ളതെന്താണ്, ഉണ്ടായതെന്താണ്? ഇത് കണ്ടെത്താത്തിടത്തോളം കാലം നമ്മുടെ ജീവിതത്തിന്റെ പ്രശ്നങ്ങളെ നമുക്ക് പരിഹരിക്കാൻ സാധ്യമല്ലാവരെയാണ്. ശാരീരികമായി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ശരീരം ഉണ്ടായതാണ്. അച്ഛന്റെയും അമ്മയുടെയും ശരീരത്തിലൂടെ ഉണ്ടായതാണോ? അത് സ്ഥൂലമായിട്ട്. ദിവസവും നിങ്ങളൊന്ന് നോക്കൂ അനുഭവത്തിലേക്ക്. മനസ്സ് ഉണർന്നില്ലായിരുന്നു എങ്കിൽ ഈ ശരീരത്തിന് ഉണ്ടാവാൻ സാധ്യമല്ല. മനസ്സ് ഉണർന്ന് പ്രവർത്തിക്കുന്നില്ല എങ്കിൽ ഈ ശരീരത്തിന് ഇവിടെ ഇരിക്കാൻ സാധ്യമല്ല. മനസ്സ് ഈ ശരീരത്തിലൂടെ പ്രവർത്തിക്കുന്നില്ല എങ്കിൽ ഈ ശരീരവുമായി പ്രവർത്തിക്കാൻ ശരീരത്തിന് സാധ്യമല്ല. മനസ്സ് ഉള്ളൊരു മനസ്സിലാണ് ശരീരം ഉണ്ടായി പിന്നീട് മറഞ്ഞു പോകുന്നത്. ശിശുവിന്റെ ശരീരം അതുണ്ടായി കുറച്ചു കാലം നിലനിന്നു, ആ ശരീരം മാഞ്ഞുപോയി. പിന്നീട് ബാല്യം വരണു, കൗമാരം വരണു, യൗവനം വരണു. ഇങ്ങനെ ഓരോന്നും മാറി വരുമ്പോഴും എവിടെയാണിത് ഉണ്ടായി നിലനിന്ന് മറഞ്ഞു പോകുന്നത്? മറയാത്ത എപ്പോഴുമുള്ളൊരു മനസ്സിലാണ് നമുക്ക് കാണാം. ശിശുവിന്റെ ശരീരത്തിലുണ്ടായിരുന്ന മനസ്സ് ഇപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ആ മനസ്സിലാണ് ആ ശരീരം വന്ന് നിലനിന്ന് മറഞ്ഞുപോയത്, അല്ലേ? ബാല്യം വന്നതും ആ മനസ്സിൽ തന്നെയാണ്, യൗവനം വന്നതും അതേ മനസ്സിൽ തന്നെയാണ്, കൗമാരം വന്നതും അതേ മനസ്സിലാണ്,
വാർദ്ധക്യം വന്നതും അതേ മനസ്സിലാണ്. ഇനി ശരീരം വാർദ്ധക്യത്തിലേക്ക് വന്നാലും മനസ്സ് വാർദ്ധക്യത്തിലേക്ക് വരണമെന്നില്ല. അതുകൊണ്ടാണല്ലോ ചിലരൊക്കെ പറയാറ് മുത്തശ്ശനെപ്പോഴും കുട്ടികളുടെ സ്വഭാവമാണെന്ന്. എന്ന് വെച്ചാൽ ഐസ്ക്രീം കണ്ടാൽ അപ്പോഴേക്കും നാവിൽ വെള്ളം വരും, താടിയും മുടിയൊക്കെ പോയാലും പല്ലൊക്കെ കൊതി പോയാലും നല്ലൊരു സദ്യ കാണുമ്പോൾ മുത്തശ്ശന് വീണ്ടും കൊതി വരും. എന്ന് വെച്ചാൽ കുട്ടികളുടെ മനസ്സ് അപ്പോഴും ഉള്ളിലുണ്ട് പ്രിയൻ. ശങ്കരാചാര്യസ്വാമികൾ പറയും, അംഗം കലിതം ഫലിതം തുണ്ടം വ്യസനവിഹീനം ജാതം തുണ്ടം വൃദ്ധോ യാതി ഗൃഹീത്വാ ദണ്ഡം തദപി ന മുഞ്ചതി ആശാപിണ്ഡം ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. അപ്പോ പല്ല് പോയാലും ചെവി പോയാലും കണ്ണ് പോയാലും വൃദ്ധോ യാതി ഗൃഹീത്വാ ദണ്ഡം, വൃദ്ധൻ ദണ്ഡം പിടിച്ചാലും ആശാപിണ്ഡം ന മുഞ്ചതി, ഉള്ളിലുള്ള ആശകളൊന്നും പോകണമെന്നില്ല. അപ്പോഴും 90ാമത്തെ വയസ്സിലും മോഹങ്ങൾ ഉണ്ടാവുന്ന പ്രിയാണ്. അപ്പൊ മനസ്സിനൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ. ഒരു കുട്ടിയുടെ മനസ്സിന്റെ എല്ലാ സ്വഭാവങ്ങളും ഒരു വൃദ്ധനിൽ ഉണ്ടെങ്കിൽ ആ മനസ്സുണ്ട് പ്രിയാണ്. അപ്പൊ ഉള്ള ഒരു മനസ്സിലാണ് ശരീരം ഉണ്ടായി നിലനിന്ന് വന്നും മറഞ്ഞും മാറിയും ഇരിക്കുന്നതെങ്കിൽ ശരീരം ഉണ്ടായതാണ്, മനസ്സുള്ളതാണെന്ന് തിരിച്ചറിഞ്ഞ് ജീവിക്കാൻ നമുക്ക് സാധിച്ചാൽ, ഉള്ള ഒരു മനസ്സിലാണ് ശരീരങ്ങൾ വന്നു പോകുന്നതെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ എത്രയോ ശരീരങ്ങൾ ഉണ്ടായി നിലനിന്ന് ഇതുപോലെ ഈ ശരീരവും എടുത്തു, ഇതും വിടും, ഇനി മറ്റൊരു ശരീരം എടുക്കുമായിരിക്കാം, അതും വരും, പോകുന്നവരെയാണ്. ഇതൊരു പ്രതിഭാസമായി നമുക്ക് കാണാം. ഏതുപോലെ മണ്ണിൽ എത്രയോ മൺപാത്രങ്ങളുണ്ടായി, അതെല്ലാം ഉടഞ്ഞ് വീണ്ടും മണ്ണിലേക്ക് ചേർന്ന് വീണ്ടും നിങ്ങൾ ഗുരുവായൂരൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ ഹോൾസെയിൽ മർച്ചന്റ് ഷോപ്പിലൊക്കെ വീടുകളിലൊക്കെ ഒന്ന് പോവുക. അപ്പൊ അവിടെ വിഗ്രഹം ഹോൾസെയിലായിട്ട് വാങ്ങിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ട്രാൻസ്പോർട്ടേഷനിലൊക്കെ കുറെ വിഗ്രഹത്തിന് കൃഷ്ണന് കണ്ണുണ്ടാവില്ല, മൂക്കുണ്ടാവില്ല, കൈയുണ്ടാവില്ല, കാലുണ്ടാവില്ല, ഇതൊക്കെ പൊട്ടിയത്. അവസാനം വരതെന്ത് ചെയ്യും? വീണ്ടും തിരിച്ച് പൊട്ടിയതൊക്കെ അവർക്ക് തന്നെ തിരിച്ചു കൊടുത്ത് അവരത് വീണ്ടും ചളിച്ച് അടിച്ച് പൊടിച്ച് ചളിയാക്കി വീണ്ടും അതിനെ കുഴച്ച് വീണ്ടും പഴയ പ്രോസസ്സിലേക്ക് ചെയ്ത് അവരെ സംബന്ധിച്ച് അവരതൊരു നല്ല ബോധ്യമുണ്ട്. മണ്ണുകൊണ്ടുണ്ടാക്കിയതാണ്, മണ്ണുകൊണ്ടാണ് അതിനെ പെയിന്റ് ചെയ്ത് പോളിഷ് ചെയ്തിരിക്കുന്നത്, എല്ലാം മണ്ണിലാണ്. അത് പൊട്ടിയാൽ വീണ്ടും അത് കളിമണ്ണിലേക്കായി വീണ്ടും അതിനെ വീണ്ടും റീമോഡൽ ചെയ്യാൻ അവർക്ക് അറിയാമെന്ന് പറയാൻ. പക്ഷെ നമ്മളെ സംബന്ധിച്ച് അങ്ങനെ വിഗ്രഹം പൊട്ടിയാലോ നമുക്ക് വലിയ വേദനയും വിഷമമായി. അവർക്കതൊരു ഫീലിംഗേ ഇല്ലേ പറയാണ്. അവർക്ക് അവരുടെ ജീവിതത്തിൽ ബിസിനസിന്റെ പാർട്ട് എന്ന് പറയാണ്. ഈ കുന്നംകുളത്തിനടുത്തൊരു സ്ഥലമുണ്ട്, വിഗ്രഹങ്ങൾ ഉണ്ടാക്കുന്ന സ്ഥലം. കുന്നംകുളത്തിനും പട്ടാമ്പിക്കും അടുത്തൊരു തമിഴ്നാട് ഫാമിലിയാണ് അവര്. ഒരിക്കലും ഈ 1 മാസം മുമ്പ് നമ്മളവിടെ സപ്താഹം നടത്തുമ്പോൾ പോയി നോക്കി. അപ്പൊ അവരിങ്ങനെ വിഗ്രഹങ്ങൾ ഉണ്ടാക്കുമ്പോൾ കാലുകൊണ്ടൊക്കെയാണ് ചവിട്ടി കുഴയ്ക്കുന്നത്. നമുക്കത് കാണുമ്പോണ്ടല്ലോ ഫീൽ ചെയ്ത്, അവർക്കതൊന്നും ഫീലിംഗ് ഇല്ല. അവരായിരക്കണക്കിന് കൃഷ്ണനെ ഉണ്ടാക്കണോ, ആയിരക്കണക്കിന് രുക്മിണിമാരെ ഉണ്ടാക്കണോ, അവർക്ക് കാലും കൈയൊക്കെ ഒരുപോലെയാണത്. അതുപോലെ മുസ്ലിം കുട്ടികളൊക്കെയാണ് പെയിന്റ് ചെയ്യുന്നത്. അവർ അത്ഭുതം തോന്നുന്നു. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നമ്മൾ വിചാരിക്കും ഇവിടെ എത്ര ഭക്തിയിലാണ് അത് ഉണ്ടാക്കുന്നത് എന്നുള്ളത്. അവരെ സംബന്ധിച്ച് അത് ബിസിനസ്സാണത്. ആലോചിച്ച് നോക്കൂ. നമ്മൾ കാണുന്ന പോലെയല്ല എന്റെ പരമാർത്ഥം എന്ന് പറയും. പോട്ടെ, അപ്പൊ മണ്ണിൽ അവർക്കറിയാം, മണ്ണിലുണ്ടാക്കിയ കുറെ രൂപങ്ങൾ അതിനവർ പെയിന്റ് ചെയ്യണു, പോളിഷ് ചെയ്യണു, ദാറ്റ്സ്. പക്ഷെ നമ്മൾ അങ്ങനെയല്ല കാണുന്നത് എന്ന് പറയും. ശരിയല്ലേ? ചിന്തിക്കൂ. ഇതുപോലെ ഉള്ളതൊരു മനസ്സാണ്. ആ മനസ്സിപ്പോ ഒരു സ്ത്രീയുടെയോ അല്ലെങ്കിൽ പുരുഷന്റെയോ ശരീരം എടുത്തിരിക്കണോ, അത് അച്ഛനായും അമ്മയായും ഭാര്യയെയും ഭർത്താവായിട്ടൊക്കെ ജീവിക്കണോ. ഒരു ദിവസം മനസ്സതിനെ വിട്ടുകഴിഞ്ഞാൽ ശരീരം വിട്ടിട്ട് നമ്മൾ നമ്മുടെ നാട്ടിൽ പോയി എന്ന് പറയാൻ. ഈ ബോധ്യം നമുക്ക് കൊണ്ടു നടക്കാൻ സാധിച്ചാൽ തീർച്ചയായിട്ടും ഉള്ള മനസ്സ് ഉണ്ടായ ശരീരങ്ങളെ കൊണ്ടു നടക്കണം. ഏതിനാണ് നാം മുഖ്യം കൊടുക്കേണ്ടത്? നമ്മുടെ മനസ്സിന്റെ സമാധാനം, നമ്മുടെ മനസ്സിന്റെ ശാന്തി, നമ്മുടെ മനസ്സിന്റെ സ്വസ്ഥത. ഇതൊക്കെ നാം ഇവിടെ വെച്ച് വിവേകത്തോടുകൂടിയിട്ട് മനസ്സിലാക്കി ജീവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആർക്കും നമ്മുടെ മനസ്സിനെ അസ്വസ്ഥമാക്കാൻ സാധ്യമല്ലെന്ന് ഭാഗവതം ഉറപ്പു പറയുന്നു. അങ്ങനെ നമ്മൾ ജീവിക്കാൻ തയ്യാറാണെങ്കിൽ, ഭാഗവതം ശരിക്കും അതിൻ്റെതായ രീതിയിൽ നമ്മൾ ഉൾക്കൊള്ളാൻ തയ്യാറായി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഡിസ്റ്റർബൻസ് കുറഞ്ഞേ പറ്റുള്ളൂ പറയാണ്. പക്ഷെ നമ്മളത് കേൾക്കാൻ തയ്യാറുണ്ടോ ഇല്ലേ എന്നുള്ളതാണ്. നമ്മൾ സ്വപ്നം കാണുകയാണ്, ഗുരുവായൂരപ്പൻ എന്റെ ദുഃഖങ്ങൾ തീർക്കും, ഗുരുവായൂരപ്പൻ എന്റെ വിഷമങ്ങൾ തീർക്കും, എന്റെ ഭർത്താവിന്റെ സ്വഭാവം ഗുരുവായൂരപ്പൻ നേരെയാക്കി കൊടുക്കും, എന്റെ ഭാര്യയുടെ സ്വഭാവം ഗുരുവായൂരപ്പൻ നേരെയാക്കി കൊടുക്കും, എനിക്ക് മക്കളില്ല, ഗുരുവായൂരപ്പൻ മക്കളെ തന്ന് അനുഗ്രഹിക്കും, അല്ലെങ്കിൽ എനിക്ക് ഭാര്യയില്ല, ഭാര്യയെ തന്ന് ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കും. ഇതൊക്കെ ഗുരുവായൂരപ്പൻ ഒരു ബ്രോക്കറെ പോലെ ചെയ്തു തരുന്നൊക്കെ നമ്മൾ വിചാരിക്കുകയാണെങ്കിൽ, ആ രീതിയിലാണ് ഭാഗവതം നമ്മൾ കേൾക്കുന്നതെങ്കിൽ
പരിഹാരമാവില്ല പ്രിയാണ്. എന്നാൽ നമ്മൾ ഭഗവാൻ പറയുന്നതിനെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഒരു ശരീരം എടുത്ത് നിൽക്കുന്നു, ആ ശരീരത്തെ എടുത്തിരിക്കുന്നത് ഒരു മനസ്സാണെന്നും ആ മനസ്സിനാണെന്നോ പെണ്ണെന്നോ ആ മനസ്സിന് ജനനമോ മരണമോ ഇല്ലെന്നും പ്രായമോ ഇല്ലെന്നും ഒരു ദിവസം ഈ ശരീരമാകുന്ന കുപ്പായം അല്ലെങ്കിൽ ശരീരമാകുന്ന ഈ ഉറ അല്ലെങ്കിൽ ശരീരമാകുന്ന ഈ തോല് മനസ്സ് ഉപേക്ഷിക്കാൻ ബാധ്യസ്ഥമാണെന്നും അത് പ്രകൃതിയുടെ ഒരു അനസ്യൂതമായ നിയമമാണെന്നൊക്കെ ഉൾക്കൊള്ളാൻ നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തെ നമുക്ക് മറ്റൊരു ദൃഷ്ടിയിൽ കാണാൻ സാധിക്കും. അപ്പോൾ ഒരു ശാസ്ത്രജ്ഞൻ ഒരു കാര്യം കാണുന്ന പോലെ നമുക്ക് കാണാൻ സാധിക്കും, ആത്മീയ ദൃഷ്ടിയിലൂടെ കാണാൻ സാധിക്കും. ഒരു ഫിസിക്സ് പഠിച്ച ഒരാള് ഈ മൈക്ക് കാണുമ്പോൾ അയാൾ പറയും കുറെ ആറ്റങ്ങൾ ചേർന്നിട്ടുള്ള ഒരു ഇരുമ്പ് ദണ്ട്, ഇത് വെറും കുറെ ആറ്റങ്ങൾ മാത്രമാണ്, ഇലക്ട്രോണുകളും ന്യൂട്രോണുകളും പ്ലൂട്രോണുകളും. അയാൾ ഇലക്ട്രിക്കൽ പവറാണ് അയാൾ കാണുന്നത്, ചാർജാണ് കാണുന്നത്. ശരിയല്ലേ? നമ്മളൊരു ഡോക്ടറെ അടുത്ത് പോകുമ്പോൾ അയാൾ നമ്മളെ കാണുന്നത് ആരോഗ്യമുള്ള ശരീരം അല്ലെങ്കിൽ ആരോഗ്യമില്ലാത്തൊരു ശരീരമായിട്ടാണ് നമ്മൾ കാണുന്നത്. നിങ്ങൾ ഒരു കാലിന് മുട്ടിന് വേദനയോ എല്ലിന് എന്തെങ്കിലും കുഴപ്പമായിട്ട് നിങ്ങൾ ഡോക്ടറെ അടുത്ത് ചെല്ലുമ്പോൾ ആ ഡോക്ടർ പറയാണ് നിങ്ങളൊരു കാര്യം ചെയ്യും, ഫോട്ടോ കൊണ്ടുവരുമെന്ന്. ഡോക്ടറെ അടുത്തേക്ക് നിങ്ങൾ ഫോട്ടോ കൊണ്ട് ചെല്ലാൻ ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ സ്റ്റുഡിയോയിൽ പോയിട്ട് പൗഡറൊക്കെ ഇട്ട് മിനുക്കിയിട്ട് എടുത്തുള്ളൂ ഡോക്ടർക്ക് കൊടുക്കാനാണ്. നമ്മൾ പുഞ്ചിരിക്കുന്ന ഒരു ഫോട്ടോ എടുത്ത് പിറ്റേ ദിവസം കൊണ്ടുപോകും, ഡോക്ടറെ നോക്കിക്കോളൂ എന്റെ ഫോട്ടോ എന്ന്. അയാൾ 4 ചീത്ത പറഞ്ഞ് ഓടിക്കും നമ്മളെ. അയാൾ ഫോട്ടോ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എക്സ്റേ ആണ് ഉദ്ദേശിക്കുന്നത്. എന്നാൽ പിന്നെ മകളുടെ കല്യാണാലോചന നടക്കുകയാണ്, ആ സമയത്ത് മോളുടെ ഒരു ഫോട്ടോ വേണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ എക്സ്റേ എടുത്ത് കാണിച്ചു കൊടുക്കുമോ? ഇതാണ് മോളുടെ രൂപം എന്നുള്ളത്. പിന്നെ ജീവിതത്തിൽ ഒരിക്കലും കല്യാണം നടക്കില്ല. കല്യാണം കഴിക്കാൻ വരുന്ന പയ്യന് മോളുടെ എക്സ്റേ എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ തലവിത്തി വീണു, ഈശ്വര അതെന്താ ഈ സാധനം എന്നുള്ളത്. അപ്പൊ നോക്കൂ, നമുക്കറിയാമത് ഡോക്ടറുടെ ദൃഷ്ടി വേറെയാണ്, കല്യാണം കഴിക്കാൻ വരുന്ന ആളുടെ ദൃഷ്ടി വേറെയാണ്, നിങ്ങൾ ജ്വല്ലറി കടയിൽ ചെല്ലുമ്പോൾ അത് വിൽക്കുന്ന ആളുടെ ദൃഷ്ടി വേറെയാണ്. ഇതൊക്കെ നമുക്കറിയാം. ഇതുപോലെ നമ്മുടെ ജീവിതത്തിലും ഒരു ആത്മീയ ദൃഷ്ടിയിൽ ജീവിതത്തെ കൊണ്ടു നടക്കൂ എന്ന് ഭാഗവതം പറയണം. എന്തുകൊണ്ടാണ് നമുക്കത് സാധിക്കാത്തത്? കാരണം അടുത്ത ശ്ലോകത്തിൽ പറയാണ്, ഹൃദയത്വം യപ്രദീയേത ന പ്രദീയേത ചാത്മനി തദ്വിദ്യാതാത്മനോ മായാം യഥാഭാസോ യഥാത്തമഃ. ഹൃദേ അർത്ഥം യത് പ്രദീയേത ന പ്രദീയേത ആത്മനി. നാം ഇന്ന് കണ്ണുകൊണ്ട് കാണുന്നതൊക്കെ മനുഷ്യ ജീവിതത്തെ സ്വാധീനിച്ച ഏറ്റവും വലിയൊരു ഉപകരണം ഏതാണെന്ന് ചോദിച്ചാൽ കണ്ണുകളാണ്. നമ്മൾ കണ്ണുകളിലൂടെയാണ് പലതും കാണുന്നത്, കണ്ണുകളിലൂടെയാണ് പലതും സത്യമാണ് നമുക്ക് തോന്നുന്നത്. അതാണല്ലോ നമ്മുടെ അവസ്ഥ. അതുകൊണ്ടാണല്ലോ ഇന്ന് ലോകം മുഴുവൻ അഡ്വർടൈസ്മെന്റിലേക്ക് തിരിഞ്ഞിരിക്കുന്നത്. കണ്ണുകളിലൂടെ നമ്മളെ സ്വാധീനിക്കുക, വശീകരിക്കുക എന്നുള്ളതാണ്. അപ്പൊ കണ്ണുകളിലൂടെ കാണുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു സാധനം നല്ലതാണ് ചീത്തയാണ്. കണ്ണുകളാണ് നമുക്ക് അറിവ് തരുന്നത് പറയാണ്. കണ്ണുകളില്ലായിരുന്നെങ്കിൽ ഈ ലോകം ഇങ്ങനെയൊന്നും ആയിരിക്കില്ല. ഒരു പക്ഷേ ഉണ്ടാവുമോ? ആർക്കും കണ്ണുകളില്ല, മനുഷ്യർക്കൊന്നും കണ്ണുകളില്ല. പിന്നെ ടി വിയുടെ ആവശ്യമില്ല, പിന്നെ നമുക്ക് ഇത്രയൊന്നും ഡ്രസ്സിന്റെ ആവശ്യമില്ല, കണ്ണുകൾ ആവശ്യമില്ലെങ്കിൽ. എന്തിനാ ഇത്രയൊക്കെ ഡ്രസ്സിന്റെ ആവശ്യം? ആരാരെ കാണുന്നു? ഒരാൾക്കും കുഴപ്പമില്ല പ്രിയാണ്. കണ്ണുകളില്ലായിരുന്നെങ്കിൽ ഈ ലോകത്തിൽ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. അത് സ്വാമി എളുപ്പമായി കണ്ണില്ലാതെയാക്കല്ലേ എന്നുള്ളത്. അപ്പൊ നമുക്ക് കണ്ണുകളുള്ളത് കൊണ്ടാണ് ഈ ലോകം ഇങ്ങനെയൊക്കെ വളർന്ന് വികസിച്ചിട്ടുണ്ടാവുക, അല്ലേ? മനുഷ്യ ജീവിതത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചൊരു ഉപകരണമാണ് കണ്ണുകൾ പ്രിയാണ്. അപ്പോ ഈ കണ്ണുകളിലൂടെ നമ്മൾ പലതും കാണുമ്പോൾ നമ്മുടെ മനസ്സ് പറയുന്നു ഇതൊക്കെ പരമാർത്ഥമാണ് പരമാർത്ഥമാണ് എന്നുള്ളത്. അങ്ങനെയാണ് നമ്മളൊക്കെ ഓരോ തെറ്റായ അറിവിൽ ഉറപ്പിച്ചു പോയത്. ഒരു ദിവസം കല്യാണം കഴിഞ്ഞ് അവിടെ ജീവിക്കുമ്പോൾ കണ്ണുകൾ പറയാണ് ഈ ഭർത്താവെന്നും കൂടെ ഉണ്ടാവും. ഒരു ദിവസം അച്ഛന്റെയും അമ്മയുടെയും മകനായിട്ട് ജനിക്കുമ്പോൾ അവരെ കണ്ടു വളർന്ന നമ്മുടെ കണ്ണുകൾ നമ്മളോട് പറയാണ് ഈ അച്ഛനും അമ്മയും എന്നും കൂടെ ഉണ്ടാവും, ഈ ഭാര്യ എന്നും കൂടെ ഉണ്ടാവും, ഈ മക്കളെന്നും കൂടെ ഉണ്ടാവും. ഈ അറിവിൽ അങ്ങോട്ട് നമ്മൾ ജീവിക്കാൻ തുടങ്ങുമ്പോൾ എന്ന് ആ അറിവിന് വിരുദ്ധമായൊരു അനുഭവം ജീവിതത്തിൽ സംഭവിക്കുന്നുവോ അന്ന് നമ്മുടെ കണ്ണുകൾ നമ്മളെ വഞ്ചിച്ചതായിട്ട് നമ്മൾ തിരിച്ചറിയും. ഞാൻ മനസ്സിലാക്കിയതല്ല ജീവിതം, അതിനും അപ്പുറത്ത് സൂക്ഷ്മമായിട്ടുള്ള കാര്യങ്ങളുണ്ടെന്ന തിരിച്ചറിവ്. ശരിയല്ലേ പറയുന്നത്? അപ്പോ കണ്ണുകൾ കാണുന്നത് പരമാർത്ഥമാണെന്ന് തോന്നുന്നത് മായ കൊണ്ടാണെന്ന് തിരിച്ചറിയൂ. അതെന്താ മായ എന്ന് പറയുന്നത്? ഒന്ന് കാണുമ്പോൾ മറ്റത് കാണില്ല.
ഇപ്പോൾ നമ്മൾ പ്രകാശം കാണുന്നു, ഇരുട്ട് കാണുന്നില്ല. പക്ഷെ നമുക്കറിയാം ഇപ്പൊ സന്ധ്യയിലേക്ക് അടുത്തു വരികയാണ്, പ്രകാശം ഇങ്ങനെ മറഞ്ഞുകൊണ്ട് ഇരുട്ടിങ്ങനെ വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു എന്ന്. ഒരു ഉച്ച സമയത്ത് നമുക്ക് ഇരുട്ടിനെ കാണാൻ സാധ്യമല്ല. പക്ഷെ നിങ്ങൾ ഉച്ച സമയത്തും സൂര്യനിലേക്കൊന്ന് നോക്കിക്കഴിഞ്ഞാൽ അല്പനേരത്തേക്ക് നിങ്ങൾ പ്രകാശം കാണില്ല, ഇരുട്ട് മാത്രമേ കാണുള്ളൂ. ശ്രദ്ധിച്ചിട്ടുണ്ടോ അറിയില്ലേ നിങ്ങൾ? അങ്ങനെ ഒരു അനുഭവം നമുക്ക് കാണാൻ സാധിക്കും. പ്രകാശത്തിൽ തന്നെ ഇരുട്ടുണ്ട്. നിങ്ങൾ അല്പനേരം പ്രകാശത്തിലേക്ക്, സൂര്യനിലേക്ക് നോക്കിയാൽ നിങ്ങൾക്കത് അനുഭവം വരും. ഇതുപോലെ എന്ത് ഇപ്പോൾ നമ്മുടെ കൂടെയുണ്ടോ അത് വാസ്തവത്തിൽ ഒരു ദിവസം നമ്മളിൽ നിന്നും അകലുന്നതാണെന്ന സത്യം നാം മറന്നു പോകരുതെന്ന് ഭാഗവതം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. 125 വർഷം ഭഗവാൻ ശ്രീകൃഷ്ണൻ കൂടെ ഉണ്ടായപ്പോൾ പിതാവായ വസുദേവർ അത് തിരിച്ചറിഞ്ഞില്ല. അദ്ദേഹം തെറ്റിദ്ധരിച്ചു എന്നും കൃഷ്ണൻ കൂടെ ഉണ്ടാവുന്ന. കുലത്തിന്റെ നാശം അടുത്തെത്തിയപ്പോഴാണ് അദ്ദേഹത്തിന് വിവേകം വന്നത്. ആ സമയത്ത് നാരദ മഹർഷിയോട് പറയുകയാണ്, അഹം കില പുരാനന്തം, ഞാൻ പണ്ട് എത്രയോ കഷ്ടപ്പെട്ട് തപസ് ചെയ്തതിന്റെ ഫലമായിട്ട് എനിക്ക് ഭഗവാൻ പുത്രനായിട്ട് അവതരിച്ചു. പക്ഷേ അപൂജയെന്ന മോക്ഷായ മോഹിതോ ദേവമായ, ഞാൻ ആ പുത്രനെ എന്റെ സ്വന്തം ഉന്നതിക്ക് വേണ്ടി ഉപയോഗിച്ചില്ല. എന്നും പുത്രൻ കൂടെ ഉണ്ടാവുമെന്ന് എന്ന ആശ്വാസത്തിലും ആ ഒരു പ്രതീക്ഷയിലും ഞാൻ ജീവിതം നശിപ്പിച്ചു. ഇപ്പോൾ ഞാൻ കാണുന്നു, ഏതൊരു അവതാര രൂപമെടുത്തിട്ടാണോ കൃഷ്ണൻ ഇവിടെ അവതാര ലീലകൾ ആടിയത്, ആ ശരീരം കൃഷ്ണൻ ഉപസംഹരിപ്പിക്കുകയാണെന്ന് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നു. ഇപ്പോൾ എനിക്ക് ഭയം വരുന്നു എല്ലാം വിട്ടുപോവാൻ എന്ന് പറഞ്ഞ നാരദ മഹർഷിയുടെ പാദത്തിൽ ചെന്ന് വീണപ്പോഴാണ് നാരദ മഹർഷി ജ്ഞാനോപദേശം കൊടുക്കുന്നത്. നമുക്ക് 11ാമത്തെ സ്കന്ധത്തിൽ അത് കാണാൻ സാധിക്കും. അപ്പൊ ഇവിടെ പറയാണ്, മായയാണ് നമ്മളെ വശീകരിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ, മായ എന്ന് പറഞ്ഞാൽ ഒന്ന് കാണുമ്പോൾ മറ്റത് കാണാതിരിക്കുക, മറ്റൊരു പരമാർത്ഥം കാണാതിരിക്കുക. ഒരു നാണയത്തിന്റെ ഒരു വശം കാണുമ്പോൾ മറുവശം കാണാതിരിക്കുക. ജീവിതത്തിന്റെ ഒരു വശം കണ്ണ് കാണിക്കുമ്പോൾ അതിന്റെ പിന്നിലുള്ള മനസ്സിനെ നമ്മൾ അറിയാതിരിക്കുക. ജീവിതത്തിന് എപ്പോഴും 2 വശമുണ്ടെന്നത് മറന്നുപോകലാണ് മായ എന്ന് പറയുന്നത്. ഞാൻ രാവിലെ നിങ്ങളോട് പറഞ്ഞു, രാവിലെ നമ്മൾ ജനിച്ചു വരുമ്പോൾ രാവിലെ ഈ കാര്യം പറയുണ്ടായി. നമ്മൾ കാണുന്നു, ജീവജാലങ്ങൾ ജനിക്കണോ, ജീവിക്കണോ, മരിക്കണോ. പക്ഷെ പ്രകൃതി എന്നും നിത്യമായിട്ടിരിക്കണം, അല്ലേ? ആകാശം, വായു, വെള്ളം, ഇതൊക്കെ നിത്യമായിട്ട് നമ്മൾ കാണുന്നു. പക്ഷെ നമ്മളൊന്ന് സൂക്ഷ്മമായിട്ട് നമ്മളോട് ചോദിക്കൂ, ഈ ആകാശവും വായുവും വെള്ളവും ഇരിക്കുമ്പോഴും മനുഷ്യനിലും ചിലതെല്ലാം നിത്യമായിട്ടില്ലേ? അല്ലെങ്കിൽ പിന്നെ നമ്മൾ ശ്രാദ്ധകർമ്മങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. മനുഷ്യ മനസ്സ് മരിക്കുന്നുണ്ടോ? മനുഷ്യ മനസ്സ് ജനിക്കുന്നുണ്ടോ? ഈ ചിന്തകളൊക്കെ, സൂക്ഷ്മമായ ചിന്തകളൊക്കെ നമുക്ക് ശാസ്ത്രത്തിന്റെ സഹായത്തോടുകൂടി ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ശാസ്ത്രം നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കിത്തരും, ആചാര്യന്മാർ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കിത്തരും. ശരീരം ജനിക്കുന്നുണ്ട്, ശരീരം ജീവിക്കുന്നുണ്ട്, ശരീരം മരിക്കുന്നുണ്ട്. മനസ്സൊരിക്കലും ജനിക്കുന്നില്ല, മനസ്സൊരിക്കലും മരിക്കുന്നില്ല. എങ്ങനെ മനസ്സിലായി മനസ്സ് ജനിക്കുന്നില്ല, മരിക്കുന്നില്ല എന്നുള്ളത്? കാരണം ഇന്ന് നാം കിടന്നുറങ്ങാൻ പോകുമ്പോൾ ഇപ്പോഴുള്ള ശരീരാവസ്ഥയല്ല നാളെ രാവിലെ നമ്മുടെ കൂടെ ഉള്ളത്. ഈ ശരീരത്തിന്റെ എത്രയോ സെല്ലുകൾ മരിച്ചു കഴിഞ്ഞു. ഏതെങ്കിലും മുടിയുടെ ഒരംശമെങ്കിലും പ്രായത്തിന്റെ ഇതിലേക്ക് കടന്നിരിക്കണം. എവിടെയെങ്കിലും പ്രായത്തിന്റെ ഒരു വെളുപ്പിലേക്ക് മുടി കടന്നിരിക്കണം. ഓരോ അംഗങ്ങൾക്കും ചെറിയൊരു ദൗർബല്യം സംഭവിച്ചിരിക്കണം. എന്നാൽ ഇന്ന് കിടന്നുറങ്ങാൻ പോകുന്ന മനസ്സ് തന്നെയാണ് നാളെയും ഉണർന്നു വരുന്നത്. മനസ്സിലാവുണ്ടല്ലോ? അതുകൊണ്ട് മനസ്സ് പറയും ശരീരത്തിന് മാറ്റമൊന്നും വന്നിട്ടില്ലിട്ടോ എന്ന്. പിന്നെ കണ്ണാടിയിൽ നോക്കുമ്പോഴും പിന്നെ വർഷങ്ങൾ പോകുമ്പോഴൊക്കെയാണ് നമ്മൾ അറിയുന്നത് ശരീരത്തിന് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്നുള്ളത്. അപ്പൊ നോക്കൂ, നമ്മൾ ഓരോ ദിവസവും കിടന്നുറങ്ങുമ്പോൾ പഴയ മനസ്സായിട്ടാണ് പോകുന്നത്, അതേ മനസ്സായിട്ടാണ് നമ്മൾ ഉണരുന്നത്. എന്നാൽ ശരീരം ഓരോ ദിവസവും കിടന്നുറങ്ങുമ്പോൾ അതിനൊക്കെ മാറ്റങ്ങൾ വന്നു പോയിട്ടുണ്ട് എന്നത് അനുഭവത്തിലൂടെ നമുക്ക് ഓരോരുത്തർക്കും സത്യമായിട്ട് അനുഭവിച്ച് പറയാൻ സാധിച്ചിട്ടുണ്ട്, പറയാൻ സാധിക്കുന്നുണ്ട്, ഇല്ലേ? അപ്പൊ ഇതാണ് പരമാർത്ഥമെങ്കിൽ ഈ യാഥാർത്ഥ്യത്തെ നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കണം. അതുകൊണ്ട് അടുത്ത ശ്ലോകത്തിൽ പറയാണ്, എന്ത് വേണം? സത്യത്തിലേക്ക് ഉയരണം. അതെന്താണ് സത്യം? യഥാ മഹാന്തി ഭൂതാനി ഭൂതേഷു ക്ഷാവജേഷനോ പ്രവിഷ്ടാന്യപ്രവിഷ്ടാനി തഥാത്തേഷു നത്തേഷുഹം. ഇത് കുറേയും കൂടി സൂക്ഷ്മമായ ചിന്തയാണ്. ഇത് മനസ്സിലാക്കണമെങ്കിൽ കാപിലയോപാഖ്യാനം നല്ലവണ്ണം പഠിക്കണം. അല്ലാത്തൊരാൾക്കാർ മനസ്സിലാക്കാൻ പ്രയാസമായിരിക്കും. ഭാഗവതം
കഥ കേൾക്കാൻ ബുദ്ധിമുട്ടില്ല. അതിനെ താത്വികമായി മനസ്സിലാക്കാൻ നല്ലവണ്ണം സൂക്ഷ്മബുദ്ധി വേണം. കാരണം അല്ലെങ്കിൽ അത് നമുക്ക് ഗ്രഹിക്കാൻ പറ്റില്ല. നമുക്കതൊക്കെ ഒരു ആവശ്യമില്ലാത്ത സിദ്ധാന്തങ്ങൾ പോലെ തോന്നുന്നവരെയാണ്. എന്താ ഇവിടെ പറയുന്നത്? യഥാ മഹാന്തിഭൂതാനി, എപ്രകാരമാണോ പഞ്ചമഹാഭൂതങ്ങൾ ഓരോ രൂപങ്ങളിലും നിറഞ്ഞു നിൽക്കുന്നത്, ആ രൂപങ്ങളെ നിലനിർത്തിയിട്ട് വീണ്ടും പഞ്ചമഹാഭൂതമായി തീരുന്നത്, അതുപോലെയാണ് ഈശ്വര ചൈതന്യവും നമ്മളിൽ എന്ന് പറയുകയാണ്. എല്ലാത്തിലും പ്രവേശിച്ചിട്ടുണ്ടെങ്കിലും ഒന്നിലും അത് കുടുങ്ങി നിൽക്കുന്നില്ല, സ്വതന്ത്രമായി നിൽക്കുന്നു. ഈ ശരീരത്തിലേക്ക് നോക്കുമ്പോൾ നമുക്ക് തോന്നും മനസ്സ് ഈ ശരീരത്തിൽ കുരുങ്ങി നിൽക്കുന്നു എന്ന്. മനസ്സ് ഈ ശരീരത്തിലൊന്നും കുരുങ്ങി നിൽക്കുന്നില്ല. എപ്പോ വേണമെങ്കിലും ഈ ശരീരത്തെ വിട്ടുപോകാനുള്ള സ്വാതന്ത്ര്യം മനസ്സിനുണ്ട്. ചെറിയൊരു ആക്സിഡന്റ് മതി, ഈ ശരീരത്തെ വിട്ടുപോകും മനസ്സ്. നോക്കൂ നിങ്ങൾ, ആ ഒരു ധൈര്യമല്ലേ ആളുകൾ ആത്മഹത്യ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്? ഈ ശരീരത്തെ, അതിന്റെ പ്രാണന്റെ പ്രവർത്തനങ്ങൾ നിർത്തിക്കഴിഞ്ഞാൽ ഉടനെ മനസ്സ് ശരീരം വിട്ടുപോയി. എപ്പോ മനസ്സിന്റെ സാന്നിധ്യം ഈ ശരീരം വിട്ടുപോയോ പിന്നെ അത് ശവമായി തീർന്നു. അതിപ്പോ നമ്മൾ നടക്കുമ്പോൾ നമുക്ക് തോന്നുകയാണ് ഈ മനസ്സ് ശരീരത്തിൽ ഇങ്ങനെ ഒതുങ്ങി നിൽക്കുന്നു എന്ന്. വാസ്തവത്തിൽ മനസ്സ് എന്നും സ്വതന്ത്രമാണ്. സ്വതന്ത്രമായ മനസ്സുമായിട്ടാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നതെന്ന പരമാർത്ഥം മറന്നുപോകരുതെന്ന് ഭാഗവതം ഓർമ്മിപ്പിക്കുകയാണ്. എപ്പോ വേണമെങ്കിലും ശരീരം വിട്ടുപോകാൻ ഈ മനസ്സിന് സ്വാതന്ത്ര്യമുണ്ടെങ്കിൽ പിന്നെന്തിന് നമ്മൾ അതിനെ വേദനിപ്പിക്കണം? ആ മനസ്സിനെ എന്തുകൊണ്ട് നമുക്ക് സന്തോഷമായിട്ട് ജീവിച്ചുകൂടാ? എന്തിനു നമ്മൾ കരയണം? കരഞ്ഞാലും ഈ ശരീരത്തെ മനസ്സ് വിട്ടുപോകും, സന്തോഷിച്ചാലും ഈ ശരീരത്തെ മനസ്സ് വിട്ടുപോകും. ഇല്ലേ? ശരിയല്ലേ? ഏത് മനസ്സാണ് ഏത് ശരീരത്തിലാണ് ഒതുങ്ങി നിന്നിട്ടുള്ളത്? പിന്നെന്തിന് നമ്മൾ ഈ ശരീരത്തെക്കുറിച്ചിരുന്ന് ദുഃഖിക്കണം? മനസ്സിനോട് പറയണം, മനസ്സെ നീ അഴിച്ചു വയ്ക്കുന്ന കുപ്പായമാണ്, അതിനെക്കുറിച്ച് നീ ദുഃഖിച്ചിട്ട് എന്ത് കാര്യം? ഞാൻ സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് പറയാനുള്ള ഒരു ശക്തിയും ധൈര്യവും നമ്മുടെ മനസ്സിന് നമുക്ക് കൊടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ മനസ്സൊരിക്കലും ശരീരത്തിൽ കുടുങ്ങി നിൽക്കില്ല. പ്രിയാണ്, ഭർത്താവ് മരിച്ച് ഭാര്യ ദുഃഖിക്കുമ്പോൾ ഭാര്യയുടെ ശരീരത്തിൽ മനസ്സിനെ കുരുക്കിയിടുകയാണ് അവര്. ഒരു ഭാര്യ മരിച്ചിട്ട് ഭർത്താവ് ദുഃഖിക്കുകയാണെങ്കിൽ ഭർത്താവ് എന്ന ചിന്തയിൽ മനസ്സിനെ കുരുക്കിയിടുകയാണ് അയാള്. എന്നാൽ അയാൾക്ക് തോന്നുകയാണ് ഭാര്യയുടെ ശരീരം വിട്ട് ഭാര്യയുടെ മനസ്സ് പോയതുപോലെ എന്റെ മനസ്സും ഒരു ദിവസം എന്റെ ശരീരം വിട്ടുപോകും, ഞാനതിനെന്തിന് ദുഃഖിക്കണം? എന്റെ ശരീരം പോലും എനിക്ക് സ്വതന്ത്രമല്ല, പിന്നെന്തിന് ദുഃഖിക്കണം എന്ന ചിന്താഗതി നമുക്ക് വളർത്തിയെടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ആരും ആർക്കും ദുഃഖത്തിന് കാരണമല്ല എന്ന് നേരത്തെ ദ്വിജൻ പറഞ്ഞ കാര്യം നമുക്ക് ബോധ്യം വരുന്നവരെയാണ്. ഇതൊക്കെയാണ് ഭാഗവതത്തിന്റെ സൂക്ഷ്മ ചിന്തകൾ. ഇതൊക്കെ ഗ്രഹിക്കാൻ സാധിച്ചാൽ നമ്മൾ ഭാഗ്യവാന്മാരാണ്. ഇല്ലെങ്കിലോ പോയി എന്ന് പറയാണ്, ഒരു അവസരം നമുക്ക് നഷ്ടപ്പെട്ടു പറയാൻ. ഏതായാലും ഇങ്ങനെ പറഞ്ഞു. അതുകൊണ്ട് ഏതാവദേവ ജിജ്ഞാസ്യം തത്വജിജ്ഞാസുനാത്മന അന്വയവ്യതിരേകാഭ്യാം യസ്യാൽ സർവത്ര സർവദാ എല്ലായ്പ്പോഴും ഇതുതന്നെയാണ് നല്ലവണ്ണം വിചാരം ചെയ്ത് ഉറപ്പിക്കേണ്ടത്. എന്താണ് ഉറപ്പിക്കേണ്ടത്? തത്വജിജ്ഞാസ. തന്റെ ജീവിതത്തിനെ കൊണ്ടു നടക്കുന്നത് എന്താണെന്ന കാര്യം താത്വികമായി മനസ്സിലാക്കി ജീവിക്കുക. എന്റെ ജീവിതത്തിന്റെ അടിസ്ഥാനം മുഴുവൻ എന്റെ ചിന്തകളാണ്, എന്റെ മനസ്സാണ്. അതിനെ ഞാൻ മനസ്സിലാക്കി അതിനെ നേരെ കൊണ്ട് നടന്നിട്ടില്ല എങ്കിൽ ദുഃഖവും വിഷമവും അസ്വസ്ഥതയും ടെൻഷനും പ്രയാസവും എന്റെ ജീവിതത്തിൽ കടന്നുവരും. അതിനെ മനസ്സിലാക്കിയിട്ടാണ് ഞാൻ ജീവിക്കുന്നതെങ്കിൽ ചുറ്റുപാടുകൾ എങ്ങനെയൊക്കെയായിരുന്നാലും എന്തൊക്കെ അനുഭവങ്ങളുണ്ടെങ്കിലും എന്നെ അസ്വസ്ഥമാക്കാൻ ആർക്കും സാധ്യമല്ല. ഈ പരമാർത്ഥം നമുക്ക് ബോധ്യം വരും. അപ്പം നമുക്ക് മനസ്സിലാവും ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനന് പറഞ്ഞു കൊടുത്ത കാര്യം. അർജുനനോട് പറയും, ഉദ്ധരേത് ആത്മനാത്മാനം ന ആത്മാനം അവസാദയേത് ആത്മൈവ ആത്മനോ ബന്ധു ആത്മൈവ രിപുരാത്മന. അർജുന, നീ തന്നെ വേണം നിന്നെ ഉയർത്താൻ. ആരും വന്ന് ഉയർത്തുന്നൊന്നും വിചാരിക്കണ്ട. കൃഷ്ണൻ സുഹൃത്താണ്, കൃഷ്ണൻ നിന്റെ കൂടെ നടക്കുന്നവനാണ് എന്നൊന്നും വിചാരിക്കണ്ട. നീ തന്നെ വിചാരിച്ചാലേ നിന്നെ ഉയർത്താൻ പറ്റുള്ളൂ. കാരണം ആത്മനാ ബന്ധു, നീയാണ് നിന്റെ ബന്ധു. ദുഃഖിച്ചു, നീ തന്നെ നിന്റെ ശത്രു. ദുഃഖത്തിലും നിനക്ക് സന്തോഷിക്കാൻ സാധിക്കുന്നുണ്ടോ, നീ നിന്റെ ബന്ധു. നോക്കൂ, ഈ ഒരു പരമാർത്ഥം നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കണം. നമ്മളാണ് നമ്മുടെ ബന്ധു, നമ്മളാണ് നമ്മുടെ ശത്രു എന്ന് പറഞ്ഞാൽ നമ്മൾ അനുവദിച്ചാലേ നമ്മുടെ മനസ്സ് ദുഃഖിക്കുകയുള്ളൂ പറയാണ്.
നമ്മൾ നല്ലത് ചിന്തിക്കാൻ പരിശീലിച്ചു കഴിഞ്ഞാൽ, ദുഃഖത്തിനും പരിഹാരം കണ്ടെത്താൻ നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് നമുക്ക് ബന്ധുവായി തീർന്നു പറയാണ്. ഇതൊക്കെ നമ്മുടെ കാഴ്ചപ്പാടിലിരിക്കുന്നു. കാഴ്ചപ്പാട് മാറ്റാനാണ് ഭാഗവതം പറയുന്നത്. ഒരിക്കലൊരു രാജാവ് തന്റെ പുത്രൻ 16 വയസ്സായപ്പോ യുവരാജാവാൻ തയ്യാറായിട്ട് നിൽക്കുമ്പോൾ പറഞ്ഞു, കുട്ടാ, നീ ഒരു കാര്യം ചെയ്യൂ, ഒരു ദിവസം നീ രാജ്യമൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി കണ്ടുവരൂ, പ്രജകളുടെ ജീവിതമൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് വരൂ. ശരി അച്ഛാന്ന് പറഞ്ഞു. കുട്ടിക്ക് വളരെ ഉത്സാഹമായി. അവൻ കുതിരപ്പുറത്ത് കയറി മന്ത്രിയോട് പറഞ്ഞു, ദേ ശ്രദ്ധിക്കണം, അവനെ വേണ്ട ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവാതെ അവനെ കൊണ്ടുവരണമെന്ന്. അങ്ങനെ മന്ത്രി യുവരാജാവിനെയും കൊണ്ട് കൊട്ടാരത്തിൽ പുറത്തിറങ്ങി. അങ്ങനെ കറങ്ങി 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 പല ദിക്കിലും പോയപ്പോ ഒരു സ്ഥലത്തെത്തിയപ്പോൾ യുവരാജാവ് ചെറുപ്പക്കാരൻ പറഞ്ഞു, രാജാവ് പറയാണ്, എനിക്ക് ഈ വീതിയിലൂടെ കുറച്ച് നടക്കണം, എന്നെ ഒന്ന് അനുവദിക്കണമെന്ന്. 2 വശത്തിലും ഒരുപാട് പൂന്തോട്ടമുണ്ട്, എനിക്കതൊക്കെ ഒന്ന് കാണണമെന്ന്. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി അങ്ങനെ നടക്കാൻ തുടങ്ങി. നടക്കുമ്പോൾ കാലിൽ പലതും കുത്താൻ തുടങ്ങി, കല്ലായിട്ടും മുള്ളായിട്ടും പലതും കുത്താൻ തുടങ്ങി. ഈ സമയത്ത് ചെറുപ്പക്കാരനായ യുവരാജാവ് പറയാണ്, നിങ്ങൾ മന്ത്രിമാര് ഇത്രയും വലിയ സ്ഥാനങ്ങളൊക്കെ അലങ്കരിച്ച് എന്തുകൊണ്ട് നീക്ക് ഈ വീതികളൊക്കെ വൃത്തിയാക്കി വെച്ചൂടൊക്കെ ടാർ ചെയ്തിട്ട് ഇതുപോലെ പോളിഷ് ചെയ്ത് വെച്ചൂടാ? എന്തിനാ ഈ കല്ലും മണ്ണൊക്കെ അവിടെ നിറച്ചു വെച്ചിരിക്കുന്നത്? ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കിക്കൂടെ? എന്റെ അച്ഛന്റെ അടുത്ത് നിന്ന് ശമ്പളവും വാങ്ങിച്ച് നിങ്ങൾ തീരെ നന്ദികേടാണല്ലോ കാണിക്കുന്നത്. ഞാനിന്ന് വരുന്നത് നീക്കറിയില്ലേ? ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കിക്കൂടെ എന്ന്. ഉടനെ മന്ത്രി പറഞ്ഞു, യുവരാജൻ, ഞങ്ങള് ക്ഷമിക്കണം, ചെറിയൊരു തെറ്റുപറ്റി. ഞങ്ങൾക്ക് നിർദ്ദേശം തരേണ്ടത് രാജാവാണ്. രാജാവ് നിർദ്ദേശം തരാതെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന്. അങ്ങനെ തിരിച്ച് കൊട്ടാരത്തിൽ വന്ന് അച്ഛൻ ചോദിച്ചു, എങ്ങനെ ഉണ്ടായിരുന്നു കുട്ടാ യാത്രയൊക്കെ എന്ന്. ഉടനെ പറയാണ്, എന്തിനു കൊള്ളാച്ച അച്ഛന്റെ രാജ്യം? കല്ലും മണ്ണും മുള്ളും നിറഞ്ഞിരിക്കുന്ന വീതികൾ, ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കിക്കൂടെ അച്ഛന്? അതൊക്കെ നല്ലവണ്ണം സിമന്റ് ചെയ്ത് പോളിഷ് ചെയ്ത് നല്ല സുന്ദരമാക്കി വെച്ചാൽ എത്ര നന്നായിരിക്കും. അല്ലെങ്കിൽ ആ കല്ലും മണ്ണൊക്കെ അവിടുന്ന് അടിച്ചെടുത്തിട്ട് വേറെ എവിടെയും കൊണ്ടുപോയില്ല, എന്നിട്ട് നല്ല വീതികളാക്കി വെച്ചുകൂടെ എന്ന്. ഉടനെ അച്ഛൻ പറയാണ്, കുട്ടി, നമ്മളെല്ലാ കൊല്ലവും ഇങ്ങനെ വീതികൾ നേരെയാക്കാറുണ്ട്, അവിടുത്തെ കല്ലുകളൊക്കെ എടുത്ത് നീക്കം ചെയ്യാറുണ്ട്. പക്ഷെ അടുത്ത മഴ വരുമ്പോ വീണ്ടും കല്ലുകളൊക്കെ വരും. കല്ലുകളെ മാറ്റാൻ ഒരിക്കലും ഇതേവരെ ആർക്കും സാധിച്ചിട്ടില്ല. കുട്ടി ഒരു കാര്യം ചെയ്യുക, ഇനി പുറത്തു പോകുമ്പോ ഒരു ഷൂ ധരിച്ചുകൊണ്ട് പോവുക. അവിടുത്തെ കല്ലുകളൊക്കെ എടുത്തു മാറ്റുന്നതിനേക്കാൾ നല്ലത് സ്വന്തം കാലിൽ ഒരു ഷൂ ധരിച്ചു പോകലാണ്. എന്നാൽ പിന്നെ ഇനി കല്ലുകളൊന്നും കുത്തില്ല. അപ്പോ തന്റെ കാലിൽ ചെറിയൊരു ഷൂ ധരിക്കുന്നതിന് പകരം റോട്ടിലുള്ള കല്ലുകളൊക്കെ എടുത്ത് നീക്കാൻ പോകാൻ ചെയ്തു കഴിഞ്ഞാൽ അതിനേ സമയം ഉണ്ടാവുള്ളൂ പ്രിയാണ്. ഇതുപോലെ നമ്മുടെ മനസ്സിനെ നമ്മൾ നേരെയാക്കാൻ ശ്രമിക്കാതെ വിഷമങ്ങളൊക്കെ മറ്റുള്ളവർ ശരിയായ തീരും എന്ന് വിചാരിക്കുന്നത് അത് വിവേകമില്ലായ്മയാണ്. ഇതൊക്കെ ശരിക്കും സൂക്ഷ്മമായതുകൊണ്ട് ഗ്രഹിക്കാൻ ഇത്തിരി പ്രയാസം ഉണ്ടെങ്കിലും അത് ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ ജീവിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ ഇവിടെ വെച്ച് ഈ ഭാഗവതം നമുക്ക് അനുഗ്രഹമേകും എന്ന് പറഞ്ഞ് ഇവിടെ ചതുശ്ലോകി ഭാഗവതം ഉപസംഹരിപ്പിക്കുന്നു. അതിനുശേഷം 10ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ കടക്കുന്നു. ഇവിടെയാണ് ഭാഗവതത്തിന്റെ മഹത്വം ഒന്നുകൂടി വിപുലീകരിച്ച് പറയുന്നു. ശ്രീമൽ ഭാഗവതം പുരാണങ്ങളിൽ വെച്ച് ഉത്കൃഷ്ടമാണ്, മഹാപുരാണമാണ്. ഇത് മഹാപുരാണമായി തീർന്നത് ഇതിനെ മഹാപുരാണമാക്കി വെക്കുന്ന 10 ലക്ഷണങ്ങൾ നിറഞ്ഞു നിൽക്കുന്നതുകൊണ്ടാണ്. ഏതൊക്കെയാണ് ഈ 10 ലക്ഷണങ്ങൾ? 10ാം അധ്യായം ആരംഭിക്കുന്നത് ഈ ലക്ഷണങ്ങളെ പറഞ്ഞുകൊണ്ടാണ്. അത്രസർഗോ വിസർഗശ്ച സ്ഥാനം പോഷണമൂതയ മന്വന്തര ഈശാനകഥ നിരോധോ മുക്തിരാശ്രയ. സർഗം വിസർഗം സ്ഥാനം പോഷണം ഊതയ മന്വന്തരം ഈശാനകഥ നിരോധം മുക്തി ആശ്രയം തുടങ്ങിയിട്ടുള്ള 10 പടികളിലൂടെയുള്ളൊരു യാത്രയാണ് ഭാഗവതം നമ്മെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലേത് പടിയിലേക്കാണ് നാം കയറേണ്ടത്? ആശ്രയം എന്ന് പറയുന്ന പടിയിലേക്കാണ്. ആശ്രയം എന്ന് പറഞ്ഞാൽ ആ എന്ന ശബ്ദത്തിനർത്ഥം ഭഗവാൻ എന്നാണ്. ആ ഭഗവാനെ തന്നെ പൂർണ്ണമായി ആശ്രയിക്കുക. ആശ്രയിക്കുക എന്ന് പറഞ്ഞാൽ പൂർണ്ണമായി പ്രേമത്തോടെ സ്മരിക്കുക, പ്രേമസ്മരണയിൽ ജീവിക്കുക. അങ്ങനെ നമുക്ക് ജീവിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അത് തന്നെയാണ് ജീവിതത്തിന്റെ എല്ലാ വിഷമങ്ങളെയും അതിവർത്തിക്കാനുള്ള മാർഗം. ഭഗവാനെ സ്മരിച്ച് ജീവിക്കുന്ന ഒരാള് ഏത് ജീവിതത്തിൽ ജീവിച്ചാലും ജീവിതം അവർക്കൊരു ഭാരമല്ല. ഞാൻ പറഞ്ഞൊരു ഉദാഹരണം നിങ്ങൾ സ്മരിക്കുന്നുണ്ടോന്നറിയില്ല. ഒരു പക്ഷിയുടെ കഥ ഞാൻ ഒരിക്കൽ പറയണ്ടായി. ഒരു പക്ഷി ഒരിക്കൽ കുറേ ആകാശത്തിൽ കറങ്ങി ഒരു പരുന്ത് കറങ്ങി അവസാനം ക്ഷീണിച്ചവശമായപ്പോ ഒരു കൊമ്പിൽ വന്നിരിക്കണ്ടായി, ഒരു വൃക്ഷക്കൊമ്പൽ. വന്നിരുന്നതും
അല്പനേരം കൊണ്ടൊരു കാറ്റടിക്കവും ആ കൊമ്പ് താഴേക്ക് പൊട്ടി വീണു. പക്ഷെ കൊമ്പ് പൊട്ടി വീണിട്ടും പക്ഷി ഒരിക്കലും താഴോട്ട് വീണില്ല. ആ പക്ഷി ഉടനെ തന്നെ പറന്ന് ഉയർന്നു അവിടെ നിന്ന്. അപ്പൊ പക്ഷി തന്റെ 2 കാലുകൾ വൃക്ഷക്കൊമ്പിൽ വെച്ചിരിക്കുമ്പോഴും പക്ഷിക്ക് അറിയാമായിരുന്നു തനിക്ക് ആശ്രയം തന്റെ തന്നെ ചിറകുകളാണെന്ന്. അതുകൊണ്ട് കൊമ്പ് പൊട്ടി വീണിട്ടും പതറാത്ത, തകരാത്ത, ദുഃഖിക്കാത്ത ഒരു പക്ഷിയെ നമുക്ക് കാണാം. ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ എല്ലാ ബന്ധങ്ങളിലും തൂങ്ങി നിൽക്കുമ്പോഴും, മനസ്സുകൊണ്ട് ഭാര്യയായിട്ടും ഭർത്താവായിട്ടും അച്ഛനായിട്ടും അമ്മയായിട്ടൊക്കെ തൂങ്ങി നിൽക്കുമ്പോഴും ആശ്രയിക്കേണ്ടത്, പ്രേമിക്കേണ്ടത്, സ്നേഹിക്കേണ്ടത്, സ്മരിക്കേണ്ടത് ഭഗവാനെയാണെന്ന പരമാർത്ഥം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ആ സ്മരണയിലാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ ഏതെല്ലാം കൊമ്പിൽ ചെന്നിരുന്നാലും, ഏതെല്ലാം കൊമ്പുകൾ പൊട്ടിവീണാലും നമ്മൾ ഒരിക്കലും തളർന്നു പോവില്ല എന്ന് പറയാണ്. ഈ തലങ്ങളിലേക്ക് ഉയർന്നതുകൊണ്ടാണ് പാഞ്ചാലി വസ്ത്രാക്ഷേപ സമയത്ത് തളരാതിരുന്നത്. തന്റെ വസ്ത്രം അഴിച്ചു മാറ്റുമ്പോഴും നിന്ദ്യമായ പ്രവൃത്തി ദുശ്ശാസനം ചെയ്യുമ്പോഴും അപ്പോഴും അവര് ഭർത്താക്കന്മാരെ നോക്കിക്കൊണ്ടല്ല കരഞ്ഞത്. ഭീമനെപ്പോലെ ശക്തനായിട്ടുള്ള ഒരാളിരിക്കുന്നു, അർജുനനെപ്പോലെ കേമനായിട്ടൊരാളിരിക്കുന്നു, ധർമ്മിഷ്ഠനായ ധർമ്മപുത്രനിരിക്കുന്നു, സഹോദരന്മാരുടെ ശാസനം ഏറ്റെടുത്തെന്തും ചെയ്യാൻ തയ്യാറുള്ള നകുലനും സഹദേവനിരിക്കുന്നു. ഇതൊക്കെ ഇരിക്കുമ്പോഴും ആ പാഞ്ചാലി തന്റെ ഹൃദയത്തിലിരിക്കുന്ന കൃഷ്ണനെ സ്മരിച്ചുകൊണ്ട് കരഞ്ഞുള്ളൂ പ്രിയാണ്. ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഭഗവത് സ്മരണയിൽ, പ്രേമത്തിലൂന്നിയ സ്മരണയിൽ നമുക്ക് ജീവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളും പതറാത്തൊരു മനസ്സിന്റെ ഉടമകളായി തീരും, ശക്തിയുള്ള മനസ്സിന്റെ ഉടമകളായി തീരുമെന്ന് ഭാഗവതം നമ്മെ നല്ലവണ്ണം ഉത്ബോധിപ്പിക്കുകയാണ്. ഇത് പറഞ്ഞ് ഇനി നമ്മൾ 3-ാമത്തെ സ്കന്ധത്തിലേക്ക് കടക്കുന്നു. അവിടെയാണ് സൃഷ്ടിയുടെ രഹസ്യം വെളിപ്പെടുത്തുന്നത്. 3 ചോദ്യങ്ങൾ. ഒന്നാമത്, സൃഷ്ടി ആരംഭിക്കുന്നത് എവിടെ നിന്നാണ്? സൃഷ്ടിയുടെ സ്വഭാവം നിശ്ചയിക്കാൻ നമുക്ക് സ്വാതന്ത്ര്യമുണ്ടോ എന്നുള്ളത്. 3-ാമത്തത്, സൃഷ്ടി ഏത് ശക്തിയുടെ നിയന്ത്രണത്തിലാണ് ഇരിക്കുന്നത്? ഈ 3 ചോദ്യങ്ങൾക്കും ഉത്തരം വളരെ വിശദീകരിച്ച് പറയാണ്. നമുക്ക് നാളത്തേക്കത് വളരെ വിസ്തരിച്ച് കാണാം. ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരം, സൃഷ്ടി മുഴുവൻ ആരംഭിക്കുന്നത് ചിന്തകളിൽ നിന്നാണ്, മനസ്സിന്റെ കാമനകളിൽ നിന്നാണെന്ന് പറയാണ്. മനസ്സിൽ കാമം എന്നൊരു വികാരം ഇല്ലായിരുന്നുവെങ്കിൽ ഒരിക്കലും സൃഷ്ടി ഈ പ്രപഞ്ചത്തിൽ ഉണ്ടാകുമായിരുന്നില്ല. ശരിയല്ലേ? ഇത് ഒരു സ്ത്രീയും പുരുഷനും അവർക്ക് കാമം മനസ്സിൽ വരുന്നില്ല എങ്കിൽ എവിടെയാണ് സൃഷ്ടി ഉണ്ടാവുക? ഏത് ജീവജാലങ്ങളിലും നിങ്ങൾ നോക്കൂ, കാമമെന്ന വികാരമല്ലേ ഒരു സൃഷ്ടിക്ക് പ്രേരണ നൽകുന്നത്? കാമമെന്നൊരു വികാരമില്ലായിരുന്നുവെങ്കിൽ ഈ ലോകത്തിൽ, പ്രപഞ്ചത്തിൽ സൃഷ്ടി എന്നൊരു സംഭവം നടക്കില്ലായിരുന്നു. കാമം മനസ്സിന്റെ വികാരമാണ്, ചിന്തയാണത്. അപ്പൊ അങ്ങനെയുള്ള ഒരു ചിന്തയിൽ നിന്നാണ് സൃഷ്ടി ആരംഭിക്കുന്നതെന്ന് ഭാഗവതം പറയുന്നു. ഇനി 2-ാമത്, സൃഷ്ടിയുടെ സ്വഭാവം നിശ്ചയിക്കാൻ നമുക്ക് സ്വാതന്ത്ര്യമുണ്ടോ? തീർച്ചയായിട്ടും എന്ന് പറയണം. മനസ്സിന്റെ സ്വഭാവം എപ്രകാരമാണോ അപ്രകാരമായിരിക്കും സൃഷ്ടിയിലുള്ള ആളുകളുടെ സ്വഭാവവും. ഒരു സ്ത്രീയുടെ മനസ്സിൽ ആസുരികമായ സ്വഭാവമാണ് പ്രബലമെങ്കിൽ തീർച്ചയായിട്ടും അതിലുണ്ടാവുന്ന കുട്ടികളിലും ആസുരിക സംസ്കാരം പ്രബലമായിരിക്കും. ഈ കഥയാണ് നമുക്ക് നാളെ കാണാനുള്ളത്.